കണ്ടത് ബഹളം അങ്ങനെയാണോ വെക്കുന്നത്? ചോദ്യം സ്മൃതി മുക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഔദാര്യമാണെന്ന് പറഞ്ഞു. അങ്ങയുടെ ഈ ഭാഷ തന്നെയാണ്, ഈ വർത്താനാണെന്നേ, ഈ വർത്താനം ഈ ടോണും തന്നെയാണെന്നേ. നിങ്ങൾക്ക് ജനങ്ങളുടെ ഒന്നാമത് മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമല്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ പറ്റില്ലെന്നേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. നിങ്ങളെ നന്നായി പുകഴ്ത്തി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് എത്ര വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ഇല്ല, പ്രതിപക്ഷ എല്ലാ ഘട്ടത്തിലൊന്നുമില്ല. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരേ ഒരു ചോദ്യം, അതേപോലെ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കുമോ? ദിവസങ്ങളായി വയനാടാണ് വിഷയമെന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവിനോടും സണ്ണി ജോസഫിനോടും എല്ലാ വാർത്താ സമ്മേളനവും ഒരൊറ്റ ചോദ്യം ചോദിക്കുക എന്നുള്ള അജണ്ടയുമായി ഒന്നോ രണ്ടോ പേര് വരുന്നു. അത് തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മതിയാവില്ല. നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സർക്കാർ കൊടുത്തോ വീട്, സർക്കാർ കൊടുത്തോ വീട്, താമസിക്കാൻ തുടങ്ങിയോ, താമസിക്കാൻ തുടങ്ങി, സ്റ്റേജ് മാനേജ് ചെയ്ത കാര്യമാണ്. നിങ്ങൾ 13 പേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വരൂ കേട്ടോ. സ്റ്റേജ് മാനേജ് 13 പേരെ കൊണ്ട് നാടകം കളിച്ചിരിക്കുക. വീടിന്റെ പ്ലാൻ ഉണ്ടോ സ്മൃതി കോൺഗ്രസിന്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. ഒന്നാമത്തെ കാര്യം വീട് ഔദാര്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? പാർട്ടി ഫണ്ടിൽ നിന്നാണ്. ഇതാണ് പ്രശ്നം. ഒന്നാമത്തെ കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടി താരതമ്യം ചെയ്യുന്ന എന്തൊരു ബുദ്ധിമോശമാണ്.